യുവജന സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു അവസരം തന്നതിന് യുവജന സഖ്യം ജനറൽ സെക്രട്ടറിയോടും എല്ലാവരോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മനുഷ്യൻ വല്ലാതെ നിസ്സഹായാവസ്ഥയിലെത്തിയിരിക്കുന്ന ഒരു സമയമാണ്. ഈ കാലഘട്ടത്തെ പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ പല ആംഗിളിൽ നിന്നുകൊണ്ടാണ് കാണുന്നത്. ഒരു സാമ്പത്തിക വിദഗ്ധൻ ഈ കാലഘട്ടത്തെ കുറിച്ച് പറയും, സാമ്പത്തികമായിട്ട് തകർച്ചയുടെ ഒരു കാലഘട്ടമാണിത്. ഒരു സോഷ്യോളജിസ്റ്റ് ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് പറയും, ബന്ധങ്ങളുടെ തകർച്ചയുടെ കാലഘട്ടമാണിത്. സോഷ്യൽ ഡിസ്റ്റൻസിങ്, പരസ്പര ബന്ധമില്ലാത്ത ഒരവസ്ഥ. ഒരു സൈക്കോളജിസ്റ്റ് ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് പറയും, ഇത് ഡിപ്രഷന്റെ ഒരു കാലഘട്ടമാണ്. ഈ സമയം കഴിഞ്ഞാലും ഇനിയും നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഡിപ്രഷൻ എന്നുള്ള രോഗമായിരിക്കും. വേദശാസ്ത്രജ്ഞന്മാര് ഒരു പക്ഷെ ഒരിക്കൽ പറഞ്ഞെന്നിരിക്കാം, ചിലരെങ്കിലും ഇത് ദൈവത്തിന്റെ ഒരു ശിക്ഷാവിധിയാണ്, ദൈവത്തിന്റെ ന്യായവിധിയാണ്. പലരും പല ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഈ കോവിഡ് കാലഘട്ടത്തെ വ്യാഖ്യാനിക്കുന്നത്. അതെന്ത് തന്നെ ആയിരുന്നാലും ഈ കാലഘട്ടം ഒരു ശിക്ഷാവിധിയോ ന്യായവിധിയോ മനുഷ്യന്റെ പോഷത്വമോ എന്തു തന്നെയായിരുന്നാലും, എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടായി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എനിക്ക് ഇതിനെ എങ്ങനെ നേരിടാനായിട്ട് സാധിക്കും, ഈ കാലഘട്ടത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും, ഈ കാലഘട്ടം കൊണ്ടുണ്ടാകുന്ന എന്റെ വളർച്ച, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ വളർച്ച എന്തായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെ നമുക്കിതിനെ ഫേസ് ചെയ്യാം, ഇതിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ആരാധനകളൊക്കെ നിന്നു, ദേവാലയങ്ങളൊക്കെ അടച്ചു. അതിനകത്ത് പരിതപിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു പക്ഷെ വരികില് നമ്മുടെ ആരാധനകളെയൊക്കെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയായിരിക്കാം, എനിക്ക് മതിയായി, ഈ ആരാധനകൾ എനിക്ക് മതിയായി, എനിക്ക് പ്രവേശനമില്ലാത്ത ദേവാലയം അതിനെ എന്തിനാ തുറക്കുന്നത്? സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ട സഭ, സത്യം എവിടെ? നീതി എവിടെ? ന്യായം എവിടെ? ആരാധന എവിടെ? ആത്മാവ് എവിടെ? ഒരു പക്ഷെ ഒരിക്കൽ ദൈവം നോക്കിക്കൊണ്ട് പറയുമായിരിക്കാം, എനിക്ക് നിങ്ങളെ ഐ ആം ഫെഡ് അപ്പ്, റിയലി ഫെഡ് അപ്പ് വിത്ത് യുവർ വർഷിപ്പ്. അതെന്താണോ എനിക്ക് അറിയത്തില്ല, ഞാനങ്ങനെ സങ്കല്പിക്കുകയാണ്. എന്നാൽ ഈ കാലഘട്ടം നമുക്ക് വന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ? ഓരോ ദിവസത്തെയും പത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മനുഷ്യൻ മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. അതായത് മനുഷ്യൻ മൃഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഈ കോവിഡിന്റെ കാലഘട്ടം ഏതെങ്കിലും രീതിയിൽ മനുഷ്യനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ബലാത്സംഗത്തിന്റെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ചതിവിന്റെയും വഞ്ചനയുടെയും എണ്ണം കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? ഈ കോവിഡിന്റെ കാലഘട്ടത്തില് മനുഷ്യനിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്?
വാട്സപ്പ്, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കുന്ന നമ്മുടെ മെസ്സേജുകളൊക്കെ കണ്ടാൽ ആ മെസ്സേജുകളിലൂടെ എങ്ങനെ മനുഷ്യനെ ഇല്ലാതാക്കാം, അവനെ തേജോവധം ചെയ്യാം, മനുഷ്യനെ നാണക്കെടുത്താം, അവന്റെ പേരില്ലാതാക്കാം, ഇതൊക്കെയല്ലേ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രിയാത്മകമായ രീതിയിൽ, ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഉള്ള പ്രതികരണങ്ങളൊക്കെ വളരെ കുറവായി ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നു. അപ്പൊ നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ കോവിഡിന്റെ കാലഘട്ടം എങ്ങനെ നമുക്ക് പ്രയോജനപ്രദമായി തീരുന്നു എന്ന് ചിന്തിച്ചാൽ ഒരു രീതിയിലുമുള്ള മാറ്റങ്ങൾ സാധാരണ സമൂഹത്തിലും മനുഷ്യരിലും കാണുന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളോടൊത്ത് ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ കാലഘട്ടത്തെ പ്രയോജനപ്രദമായ രീതിയിലാക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതിന് ഞാൻ എന്നെ തന്നെ ഏതൊക്കെ കാര്യങ്ങൾക്ക് വിധേയപ്പെടുത്തണം, ഇതിനെക്കുറിച്ച് അല്പമായിട്ടൊന്ന് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 7-11 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ ക്രിസ്തു നിമിത്തം എനിക്ക് ലാഭമായിരുന്നത് മുഴുവനും ഛേദം എന്ന് എണ്ണുന്നു. I empty myself. ഈ emptying എന്ന് പറയുന്നത് നമ്മെ തന്നെ വെറുമയാക്കുന്ന, ശൂന്യമാക്കുന്ന ഒരവസ്ഥയ്ക്കാണ് emptying എന്ന് പറയുന്നത്. ഈ കൗൺസിലിംഗ് ഒക്കെ പഠിക്കാൻ വരുന്നവര് അവരോട് പലയിടത്തു നിന്ന് പല ആശയങ്ങളുമായിട്ടാണ്, കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ആശയങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. അപ്പൊ അവരോട് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, അവരെ ലേൺ ചെയ്തതൊക്കെ അൺലേൺ ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ആ കാഴ്ചപ്പാടും അല്ലെന്നൊരിയിൽ അവർ പഠിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ അൺലേൺ ചെയ്യാതെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒക്കത്തില്ല. emptying oneself, നമ്മളെ തന്നെ വെറുമയാക്കുക. ഇവിടെ പൗലോസ് പറയുന്നത് I empty myself. എന്തിൽ നിന്നാ? പൗലോസ് പറയാണ്, ഞാന് പരിച്ഛേദനയേറ്റവനാണ്, ഞാൻ യഹൂദനാണ്, ഞാൻ എബ്രായനാണ്, ഞാൻ പരീശനാണ്, ഞാൻ റോമ പൗരനാണ്, ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവനാണ്, ന്യായപ്രമാണത്തിൽ അനന്യനാണ്. അപ്പോൾ അഹങ്കരിക്കാനുള്ള എല്ലാ സംഗതികളും, അല്ലെങ്കിൽ ഞാൻ മെച്ചമെന്ന് കരുതാനുള്ള എല്ലാ കാര്യങ്ങളും പൗലോസിനുണ്ട്. പക്ഷെ പൗലോസ് പറയാണ്, ഇതൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. I empty myself. അതായത് പൗലോസിന്റെ ഒരു സ്പിരിച്വൽ പ്രൈഡിനെയാണ് അവിടെ എംറ്റി ചെയ്യുന്നത്. ആത്മീയ അഹന്തയാണ് അവിടെ എംറ്റി ചെയ്യുന്നത്. ഈ ഒരു അഹന്ത ദൈവത്തിന് ഉൾക്കൊള്ളാനായിട്ട് വലിയ വിഷമമാണ് ആത്മീയ അഹന്ത എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷം വരിയില് യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യങ്ങൾ ആദ്യം പഠിപ്പിക്കുന്ന ഒരു സംഗതി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ, തന്റെ ആത്മീയ ദാരിദ്ര്യത്തെ കുറിച്ച് ബോധമുള്ളവൻ ആരാണോ അവനാ ഭാഗ്യവാൻ. ദൈവരാജ്യം അവരുടേതാ. അപ്പോൾ ഒരു സ്പിരിച്വൽ പ്രൈഡ് നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്ന് നമ്മളെ തന്നെ എംപ്റ്റി ചെയ്യണം. അതുപോലെ പൗലോസ് പറയുന്നു, I empty myself of the pride, from the pain of the past. കഴിഞ്ഞ കാലങ്ങളിലെ വേദനയിൽ നിന്ന്, നൊമ്പരത്തിൽ നിന്ന്, മുറിവിൽ നിന്ന് ഞാൻ എന്നെ തന്നെ എംപ്റ്റി ചെയ്യുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷം വരിയിൽ പൗലോസ് 14 ആണ്ട് കഴിഞ്ഞിട്ട് യെരുശലേമിലേക്ക് തിരിച്ചു വരുന്നതും കേഫാവിനും കൂടെയുള്ളവർക്ക് കൈ കൊടുക്കുന്നതും. Reconciled with കേഫാവ്, അതായത് ഒരു അനുരഞ്ജനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവർ നേരത്തെ ഉണ്ടായിരുന്ന വാക്ക് തർക്കങ്ങളൊക്കെ അങ്ങോട്ട്, അതിൻ്റെതായ പെയിനും ഒക്കെ അങ്ങോട്ട് മാറിയിട്ട് അവർ റിക്കൺസൈൽ ചെയ്യുകയാണ്. I empty myself of the pain of the past. കഴിഞ്ഞ കാലങ്ങളിലെ വേദനകള് എന്റെ ഉള്ളിൽ നിന്നൊന്നും മാറ്റി ഒക്കത്തുള്ളൂ.
ആരെങ്കിലും നമുക്ക് വിരോധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമുക്ക് മുറിവ് തന്നിട്ടുണ്ടെന്ന് വരികില്, ആരോടെങ്കിലും നമുക്ക് വിദ്വേഷം ഉണ്ടെങ്കിൽ, ഇതൊക്കെ നമുക്ക് തന്നെ ദോഷകരമായി ബാധിക്കുന്ന സംഗതിയാണ്. സോ അവിടെ നമ്മെ തന്നെ വെറുതെയാക്കണം. I have to empty myself from the pain of the past. അപ്പൊ പൗലോസ് തന്നിൽ വെറുമയാക്കേണ്ട കാര്യങ്ങളൊക്കെയും എംപ്റ്റി ചെയ്ത് അതിനെ വെളിയിൽ കളയുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ എംപ്റ്റി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രധാന മേഖലയെ ഞാൻ കാണുന്നത് നമ്മുടെ റിലീജിയോസിറ്റിയാണ്. നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന റിലീജിയോസിറ്റി. ഇന്ന് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും റിലീജിയസ് ആയി എന്നുള്ളതാണ്. അതൊരു മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലും മനുഷ്യൻ റിലീജിയസ് ആകുകയാണ്. ഈ റിലീജിയോസിറ്റിയാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ തടയുന്നത്. റിലീജിയോസിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ റിലീജിയോസിറ്റിയാണ് ഇന്ന് സ്പിരിച്വാലിറ്റി ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് ശരിയായ കാര്യമല്ല. ഈ റിലീജിയോസിറ്റിയിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? നമ്മൾ ദൈവത്തെ ഉപയോഗിക്കും. ദൈവത്തെ ഉപയോഗിക്കുന്ന റിലീജിയോസിറ്റിയാണ്. ദൈവം നമ്മളെ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ്. ദൈവത്തെ ഉപയോഗിച്ച് നമ്മൾ കാര്യം സാധിക്കുക. ഇന്ന് ഒരു പുറമ്പോക്ക് ഭൂമി കൈയേറണമെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഒരു രൂപം കൊണ്ടുവച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു രൂപക്കൂട് സ്ഥാപിച്ചാൽ മതി. അത് നമ്മുടേതായിട്ട് മാറുകയാണ്. ദൈവത്തെ ഉപയോഗിച്ച് പുറമ്പോക്ക് ഭൂമി പിടിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ ഉപയോഗിച്ച് നമ്മുടെ കാര്യം സാധിക്കുക. ഇതിനാണ് റിലീജിയോസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിലീജിയോസിറ്റിയുടെ മറ്റൊരു വശം എന്ന് പറയുന്നത് ദൈവത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ദൈവത്തെ സംരക്ഷിക്കുക കൂടി ചെയ്യും. ദൈവത്തെ സംരക്ഷിക്കുന്നതിനാണ് ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ വെപ്രാളപ്പെട്ട് നടക്കുക. എങ്ങനെ ദൈവത്തെ സംരക്ഷിക്കാൻ സാധിക്കും? ദേവാലയ സംരക്ഷണം, ദൈവ സംരക്ഷണം. ദൈവത്തിന് നിങ്ങളുടെ സംരക്ഷണം ആവശ്യമുണ്ടോ? ദൈവം നിങ്ങളെ സംരക്ഷിക്കാൻ അനുവദിക്കുന്ന സ്പിരിച്വാലിറ്റി. നിങ്ങൾ ദൈവത്തെ സംരക്ഷിക്കാൻ പോകുന്നത് റിലീജിയോസിറ്റിയാണ്. ദൈവത്തിന് നമ്മുടെ സംരക്ഷണം ആവശ്യമില്ല. എന്നാൽ ദൈവത്തെ സംരക്ഷിക്കാനുള്ള മനുഷ്യന്റെ ശ്രമമാണ് ഇന്ന് ഭാരതത്തിലെ കലഹത്തിന്റെ കാരണം, മനുഷ്യർ തമ്മിലുള്ള വിദ്വേഷത്തിന്റെ കാരണം. അവരവരുടെ ദൈവത്തെ സംരക്ഷിക്കുക, ഇത് റിലീജിയോസിറ്റിയാണ്. മാത്രമല്ല, റിലീജിയോസിറ്റിയില് we are in the center and God is on the periphery. അപ്പോൾ നമ്മൾ ഈ സെന്ററിൽ നിന്ന് നമ്മുടെ അജണ്ടയും കൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് ഇല്ല. എന്തിനാ? ദൈവത്തിന്റെ അപ്രൂവൽ വാങ്ങിക്കാനായിട്ട്. ഇത് റിലീജിയോസിറ്റിയാ. ദൈവത്തിന്റെ അജണ്ട നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന സ്പിരിച്വാലിറ്റി. നമ്മുടെ അജണ്ടയ്ക്ക് ദൈവത്തിന്റെ കയ്യൊപ്പ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് റിലീജിയോസിറ്റിയാണ്. ഇന്ന് നമ്മുടെ ഏറ്റവും അപകടകരമായ ഒരു അനുഭവം നമ്മൾ പിടിച്ചിരിക്കുന്ന റിലീജിയോസിറ്റിയാണ്. ഒരുപക്ഷെ നമ്മുടെ ദേവാലയങ്ങളൊക്കെ അടയ്ക്കാനുള്ള കാരണവും ഇത് റിലീജിയോസിറ്റിയാണ്. ആരാധനയുടെ ആ ഒരു നിയന്ത്രണം വന്നിരിക്കുന്നതും ഒരു പക്ഷേ ഇത് റിലീജിയോസിറ്റിയുടെ ഭാഗമായിട്ടാകാം. കാരണം ദൈവത്തിനത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ നമ്മളെ എംപ്റ്റി ചെയ്യേണ്ടത് പൗലോസ് തന്നെ എംപ്റ്റി ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിൽ, ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ നമുക്കൊരു കാര്യം ചെയ്യണം. എംപ്റ്റി യുവർസെൽഫ് ഫ്രം യുവർ റിലീജിയോസിറ്റി. അപ്പോൾ നമ്മൾ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരും. ഈ കാലഘട്ടത്തെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരുവാനുള്ള ഒരു കാലഘട്ടമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിന്റെ ഇപ്പോഴത്തെ വേദനകളൊക്കെ കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ, വളർച്ചകൾ നമ്മളിൽ ഉണ്ടാകും. വേദോത്സവത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ജോസഫ്. ജോസഫിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ജോസഫിന്റെ ഈ ചെറുപ്പകാലത്തോട് നമ്മൾ മനസ്സിലാക്കണം, ഒരു റോങ് പേരന്റിങ്ങിലൂടെ വളർന്നു വന്നവനാ ജോസഫ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മകനെ കൂടുതലായിട്ട് അപ്പനും അമ്മയും സ്നേഹിക്കുമ്പോൾ മറ്റു മക്കൾക്ക് എന്തോ തോന്നും? അവർക്ക്
ഒരു ശത്രുത തോന്നത്തില്ലേ? ജോസഫിന്റെ സഹോദരങ്ങൾക്ക് ജോസഫിനോട് ശത്രുത തോന്നാനുള്ള കാരണം എന്നാ? അപ്പന്റെ അമ്മയുടെ ഒരു പേരന്റിങ്ങിന്റെ തകരാറാണെന്നാ എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ജോസഫിന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു അങ്കി കൊണ്ടു കൊടുത്തു. അങ്കി ഇട്ടപ്പോഴത്തേക്ക് ജോസഫിന് വല്ലാത്തൊരു നീളമൊക്കെ ഉണ്ടായി കാണണം. ആർക്കും കിട്ടാത്തത് എനിക്ക് കിട്ടി, വലിയ നീളം. ഒരുപക്ഷെ അത് ആ ഒരു നീളത്തിന്റെ അടയാളത്തിൽ നിന്നായിരിക്കാം എല്ലാവരും എന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുന്ന സ്വപ്നമൊക്കെ ജോസഫ് കാണുന്നത്. ജോസഫിന് മറ്റൊരു ചെറിയ പ്രയാസങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരു ചെറിയ റിവെഞ്ച് എടുക്കാനുള്ള ഒരു മനസ്സ്, ഒരു ടെൻഡൻസി ജോസഫിനുണ്ടായിരുന്നു. തന്റെ സഹോദരങ്ങൾ അവിടെ വന്നപ്പോൾ അവർക്കൊരു ഇച്ചിരി കണ്ണുനീര് കൊടുക്കാനായിട്ട് ജോസഫ് അവിടെ ശ്രമിക്കുകയാണ്. ഒരു സ്വീറ്റ് റിവെഞ്ച് ആണ്, അവരെ ഒന്ന് കരയിപ്പിക്കുക. അത് എന്ത് തന്നെയായിരുന്നു, ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ജോസഫിനെ ദൈവം എംപ്റ്റി ചെയ്യാനായിട്ട് പല പടികളിലൂടെ കടത്തി വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പന്റെ മടിയിലിരുന്ന ജോസഫ് ഇപ്പൊ പൊട്ടക്കിണറ്റി കിടക്കുക. അവൻ ഏറ്റവും വിലപിടിപ്പുള്ള അവന്റെ നീളത്തിന്റെ അടയാളമായ കുപ്പായം അങ്ങ് ഊരി. അതവന് നഷ്ടമാകുന്നു. അപ്പനുമായിട്ട് കൂട്ടായ്മ ബന്ധം അനുവദിച്ചിരുന്ന ജോസഫ് ഇപ്പോൾ അടിമയായിട്ട് കിടക്കുക. അടിമകളോട് കൂടെ പോവുക, അടിമ കച്ചവടക്കാരോട്. താൻ ചെയ്യാത്ത കുറ്റത്തിന് വലിയ അപരാധം, വലിയ വേദന ഏൽക്കുകയാണ് ജോസഫ്. അപ്പൊ ജോസഫിനെ ദൈവം കടത്തിവിടുന്ന പടികൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ, അവനെ എംപ്റ്റി ചെയ്യുവാനായിട്ട്, വെറുമയാക്കുവാനായിട്ട് ദൈവം പല പടികളിൽ കൂടെ കടത്തിവിടുന്നതായിട്ട് നമുക്ക് കാണാം. ആ പടികളിലൂടെയൊക്കെ ജോസഫ് കടന്നുപോയി കഴിഞ്ഞപ്പോഴാണ് ദൈവം അവനെ എടുത്ത് ഉപയോഗിക്കുന്നത്. ദൈവം ജോസഫിനെ ഉപയോഗിക്കുന്നത് ജോസഫിന് വേണ്ടി മാത്രമല്ല കേട്ടോ, അല്ലെ ജോസഫിന്റെ കുടുംബക്കാർക്ക് വേണ്ടി മാത്രമല്ല. പിന്നീടുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു വലിയ സമൂഹത്തെ, ദൈവജനത്തിന്റെ വലിയൊരു കൂട്ടത്തെ നിർമ്മിതി ചെയ്യുവാനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ച ഒരു വ്യക്തി മാത്രമാണ് ജോസഫ്. ജോസഫിലൂടെ വലിയൊരു ദൈവ സമൂഹത്തിന്റെ അടിത്തറ അവിടെ പാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ടി അല്ല അത് കേട്ടോ, നമ്മളിലൂടെ മറ്റുള്ളവരുടെ വളർച്ച, നമ്മളിലൂടെ സമൂഹത്തിന്റെ ഉന്നതി, നമ്മളിലൂടെ സമൂഹത്തിന്റെയും അതുപോലെ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളുമായിട്ട് ബന്ധത്തിലുള്ള വളർച്ച, ഇതൊക്കെയാണ് ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കണ്ടു, മനുഷ്യരൊക്കെ വളരെ നിസ്സഹായരായി പോയി, ഒന്നും ചെയ്യാൻ ഒക്കാത്തൊരവസ്ഥ. ഈ കോവിഡിനെ പ്രതിരോധിക്കാനായിട്ട് മനുഷ്യരാൽ കഴിയുന്നതെല്ലാം മനുഷ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രകൃതിയിൽ മനുഷ്യൻ വളരെ നിസ്സാരനാണെന്നും അവൻ വളരെ നിസ്സഹായനാണെന്നുമുള്ള ബോധ്യം മനുഷ്യനുണ്ടായി. ഈ നിസ്സഹായ അവസ്ഥയിലെങ്കിലും നമ്മളെ ഒന്ന് എംപ്റ്റി ചെയ്ത് ദൈവത്താൽ ഒന്ന് നിറയപ്പെടുവാനുള്ള ഒരു അവസരമാക്കി നമ്മൾ ഇതിനെ ഉപയോഗിക്കണം. അതാണ് ഞാൻ ഈ മെസ്സേജിലൂടെ ആഗ്രഹിക്കുന്നത്. Empty yourself from the pride of your spirituality or religiosity. ആത്മീയ അഹന്ത, പാരമ്പര്യത്തെ കുറിച്ചുള്ള അഹന്ത, ഇതൊക്കെ നമ്മളിൽ നിന്നൊന്ന് മാറി ഒക്കത്തുള്ളൂ. Empty yourself from the pain of the past. കഴിഞ്ഞ കാലങ്ങളിലെ മുറിവുകൾ, വേദനകളിൽ നിന്നുള്ള ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. Empty yourself from your religiosity. ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ റിലീജിയോസിറ്റിയിൽ നിന്ന് വലിയ മാറ്റം വേണം. അതിന് നമ്മളെ തന്നെ ഒന്ന് എംപ്റ്റി ചെയ്യണം. ജോസഫിനെ ദൈവം എംപ്റ്റി ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം അവനെ തന്റെ ആത്മാവാൽ നിറയ്ക്കുകയും അവനെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും. അതുകൊണ്ട് ഈ കാലഘട്ടം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ മനുഷ്യൻ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് നമ്മൾ ചോദിക്കാതെ, എങ്ങനെ ഈ കാലഘട്ടത്തെ എനിക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും, എങ്ങനെ ഇത് വളർച്ചയ്ക്ക് മുഖാന്തരമായിട്ട് തീരും, വായ എന്നുള്ള ചോദ്യമല്ല,
ഹൗ എന്നുള്ള ചോദ്യം, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ക്രിയാത്മകമായിട്ട് നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് എംപ്റ്റി ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. അങ്ങനെ എംപ്റ്റി ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ ദൈവത്താൽ നിറയുകയും ഒരു സ്പിരിച്വാലിറ്റിയുടെ അനുഭവം നമ്മളിൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സമൂഹം നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടും. സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കും. മാർത്തോമാ യുവജന സഖ്യത്തെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും നന്മയ്ക്കുമായിട്ട് എടുത്ത് ഉപയോഗിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. അതിന് നമ്മുടെ സഖ്യാംഗങ്ങളും നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളിൽ നിന്ന് റിലീജിയോസിറ്റി മാറ്റി ഒരു സ്പിരിച്വാലിറ്റിയുടെ അനുഭവം തന്ന് നീ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ഏതെല്ലാം രംഗങ്ങളിൽ എംപ്റ്റി ചെയ്യണോ അതൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ബലപ്പെടുത്തണമേ. ഈ ഒരു പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ എന്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.